അങ്ങനെ കൊണ്ട് വലിച്ചു വാരിട്ടിട്ടുണ്ട്. സാധനം എടുത്തെടുത്ത് വെക്കാം. ആണ് ചിട്ടേക്കണ നോക്കിയേ. ഞാൻ എന്തുവായി കാണിച്ചു വെച്ചേക്കുന്നേ? അതൊക്കെ ഞാൻ വൃത്തിയാക്കിക്കോളാം. പിന്നെ ഇപ്പൊ അങ്ങോട്ട് വൃത്തിയാക്കും. ആ ബുക്കും ഇട്ട ഡ്രസ്സും സ്കൂൾ ബാഗും പേപ്പർ എല്ലാം വലിച്ചു വായ ബെഡിലിട്ടേക്കുക. ഒരു വൃത്തി എന്ന് പറഞ്ഞ സാധനം എനിക്ക് അറിയത്തിരി. എത്ര പേരാ റൂം യൂസ് ചെയ്യുന്നത്? അപ്പൊ അത്രയൊക്കെ വൃത്തി കാണത്തുള്ളൂ. ഓ, നീ ഒറ്റക്കാരെങ്കിൽ ഇപ്പൊ അങ്ങ് ഫുള്ള് വൃത്തിയൊക്കെ അങ്ങ് വെച്ചാനല്ലേ? ചേച്ചി എന്തിനാ എന്റെ കൈ പിടിച്ചിരിച്ചേ? എനിക്ക് നന്നായിട്ട് എടുത്തു കേട്ടാ. കൈ പിടിച്ച് ആര് തിരിച്ച്? ഇവിടെ നിന്ന് പിടിച്ച് ഇപ്പഴത്തേക്ക് ഒന്ന് നിർത്തി. തൊട്ടും കൂടി ഇല്ല അതിനാണ് കിടന്ന് ബഹളം വെച്ചോണ്ടിരുന്നത്. അങ്ങനെ ഒന്നും അല്ല ചേച്ചി ചെയ്തത്. ഇങ്ങനെയാ. അങ്ങനെ തന്നെ എനിക്ക് നന്നത്. വന്ന് പിള്ളേർക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റൂലേ? നീതിരിക്കണോട്. നല്ല കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനല്ല പറയുന്നത്, പറയുന്ന രീതി പറയണം. പിന്നെ തമ്പ്രാട്ടിക്ക് ഇഷ്ടമുള്ള പറയുന്നത് പറയാ. ഇനി അങ്ങോട്ടേക്ക് ചേച്ചി വന്ന് തന്റെ അടി ആയിപ്പോയി. തന്റെ അടി എന്ത് ബഹളം ഇത്? ചന്തയോ? ശിവ, നിനക്കെങ്കിലും ഒന്നും മര്യാദക്ക് ഇരുന്നൂടെ? അയാളുടെ വായി വരുന്ന വർത്താനം കേക്കളിയാ. തന്റെ അടി എന്ന് വന്ന് കൊച്ചിന് കൾച്ചർ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. என்ன சத்தம் இங்க? உங்களோட சத்தம் கேட்டுதான் அம்மா வந்துட்டு எங்கிட்ட இங்க வந்து பார்க்க சொன்னாங்க. இனியும் இப்படி சத்தம் போட்டுனா அம்மா திடீர்னு வருவாங்க, பிரச்சனை ஆயிடும். ആര് വന്നാലും അവക്ക് എന്താ ആന്റി? പേടിയൊന്നും ഇല്ലല്ലോ ഒട്ടും. ആരെ ചേച്ചി അങ്ങോട്ട് ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോവാനാ? മനുഷ്യനെ പിടിച്ചിട്ട് കുറച്ച് സമാധാനം രണ്ടുപേരോടായിട്ട് പറയുക. തരാൻ പറ്റും ഇവിടെ ഉള്ള എല്ലാവർക്കും കൂടെ. അല്ലയാ, ഞാൻ പോണ്. ഞാൻ ചെന്നൈക്ക് പോവാൻ പോണ്. എന്നെ കൊണ്ട് ഇവിടെ ജീവിക്കാനായിട്ട് ഇവിടെ. ഭയങ്കര ഡീസന്റ് ആള്. പാറു, നീ വാങ്ങാനുള്ള പോക്കാണ് ഏട്ടൻ്റെ கொஞ்சம் நிறுத்துங்கப்பா, சண்டை போடாம எத்தீங்க. അയ്യോ, സണ്ട പോടാണ്ട് ഞങ്ങൾക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം. പിന്നെ എനിക്ക് ചേച്ചിയുടെ ഉമ്മയൊന്നും വേണ്ട. എന്റെ പൊന്നു കിഴങ്ങി, നീ ആദ്യം ഒന്ന് മര്യാദക്ക് പതുക്കെ സംസാരിക്ക്. ഇവരുടെ സംസാരം തന്നെ ഭയങ്കര ഒച്ച കേട്ട് ഇറിറ്റേറ്റ് ആയിട്ട് നിൽക്കുക. ഞാൻ അതേപോലെ ഭ്രാന്തർത്താണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ആ ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോൾ ഇവിടെ ഭയങ്കര അലപ്പ്. ഞാൻ നോക്കുമ്പോൾ അവിടെ വേറൊരു ചേട്ടൻ ഇങ്ങനെ നമ്മുടെ വീടിന്റെ അവിടെ എത്തി നോക്കിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ പൊന്നു മോനെ ആ വീട്ടിലോട്ടൊന്നും കയറി ചെല്ലല്ലേ, ഏതോ അലവലാദികൾ താമസിക്കണ വീടാണെന്ന്. അങ്ങനെ പറഞ്ഞു? ആ, ഇതൊക്കെ പറയാം. നീ ആരാടാ? അയ്യോ, ഞാൻ ഒരു വഴി പോക്കാം മക്കളെ. എങ്കിൽ പിന്നെ ആ വഴിക്ക് പൊക്കൂടെ. എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? വഴിക്ക് പോയമാര് മൊത്തം ഗേറ്റിന്റെ അവിടെ നിൽപ്പുണ്ട്. ഇത് പോടാ. ചേട്ടാ, ചേച്ചി പറഞ്ഞതൊക്കെ കേട്ടായിരുന്നോ? ആടി, നാട്ടുകാർ മൊത്തം കേട്ട്. അതല്ല, ശിവചേച്ചി പറയാ നമ്മുടെ റൂം പട്ടിക്കൂടാന്ന്. ചേട്ടൻ താമസിക്കുന്നോണ്ടാന്ന്. എന്റെ അമ്മ, കല്ല് വെച്ചതോണ. എപ്പോഴും ഞാൻ പറഞ്ഞത് നിന്റെ റൂം പട്ടിക്കൂടാന്ന്. ഞാൻ പറഞ്ഞത് അല്ലയാ, ഞാൻ പറഞ്ഞ അങ്ങനെ. നോണ മാത്രമേ പറയത്തുള്ളൂ കൊച്ചെ. ചേച്ചി പറഞ്ഞില്ലേ എനിക്കും കേശവന് വൃത്തിയില്ലെന്ന്? നിനക്ക് വൃത്തിയില്ലാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ചേട്ടനെ പറ്റി ഒരു അക്ഷരം ഞാൻ വേണ്ടിയിട്ടില്ല. ചേട്ടന് ഉപയോഗിക്കുന്ന റൂമല്ലേ ഇത്? അതുകൊണ്ട് അപ്പൊ വൃത്തികളാകത്തില്ലേ? കേട്ടല്ല മക്കളെ, എന്താ ഇവിടെ ഒരു കശപിശ? അമ്മ പോട്ടെ, പിള്ളേരെന്തോ കാര്യമൊക്കെ പറഞ്ഞ് ചുമ്മാ തമാശ അല്ല സംസാരിച്ചോണ്ടിരിക്കുന്നു. രാത്രി ചാർജിന്റെ ആവശ്യമില്ല, വേണ്ട. പാറു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ചേച്ചിയോട് വഴക്കുണ്ടാക്കരുതെന്ന്? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അമ്മൂമ്മ, ഞാനൊന്നും വഴക്കുണ്ടാക്കിയതല്ല. ശിവചേച്ചി എന്റെ തലയ്ക്കോട്ട് കേറാൻ വന്നത്. അമ്മൂമ്മ കേക്കമ്മൂമ്മ, ഇവള് വാ തുറന്ന നോണ അമ്മൂമ്മ പറയണത്. വാ തുറന്ന നോണ. അതെങ്ങനാ? പണ്ട് തൊട്ടേതാണല്ലോ ശീലം. എനിക്ക് കൾച്ചർ ഇല്ല. Paru, I've seen many kids in my life, good ones and bad ones, but you are the worst I've seen. Such a pity. കടുത്തുപോയി. നാല് ശിവ, അങ്ങനെ പറയാൻ പാടില്ല. കൊച്ചിന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നതാണോ അവള് പറഞ്ഞത്? അല്ലേ അമ്മൂമ്മ?
இந்த கிளாஸ் உடைஞ்சிருக்கா இல்லையா? என்னது எனக்கு சரியா தெரிய மாட்டேங்கிறதே. என்னோட கண்ணை அடிச்சு போச்சா? ആന്റി എന്തോ നോക്കുന്നേ? இல்ல பாரு, இந்த கிளாஸ் உடைஞ்சிருக்கா இல்லையான்னு பார்த்துட்டு இருக்கேன். சரியா தெரிய மாட்டேங்கிறது. ആന്റി ആ കക്ഷി ഇവിടെ കാണും കണ്ടായിരുന്നോ? எந்த கட்சி? யார சொல்ற நீ? ശിവചേച്ചി. சிவ சேச்சியா நான் பார்க்கல. இந்த பாரு, நீ அவ கூட சண்டை போடக்கூடாது. എന്നതെല്ലാം പറഞ്ഞു ഞാൻ തിരിച്ചും പറയും. വലിയൊരു ഇംഗ്ലീഷുകാരി വന്നേക്ക്. அதுக்கு சிவ சேச்சி இங்கிலீஷ்ல சொன்னது உனக்கு புரிஞ்சுதா? എന്നെയാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. அதுக்கு உனக்கு இங்கிலீஷ் தெரியுமா பாரு? അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ എനിക്കും അറിയാം. அப்படின்னா நீ சொல்லு, நான் கேட்கட்டும். Twinkle twinkle little star, how I wonder what you are. Up above the world so high like a diamond in the sky. എന്തിനാണ് ഇവിടെ നഴ്സറി ഗാനമൊക്കെ പാടി കളിക്കണേ? ചുമ്മാ പാടിയതാണ്. ചുമ്മാ പാടിയ அவ ஏதோ ஒரு கவிதை சொன்ன மாதிரி ஒரு ஃபீலுடா. ടിങ്കിളാ കവിതേ? டே கேசு, சிவா வந்து பார்வ சொன்னது அவளுக்கு ரொம்ப வருத்தமா இருக்குடா. இங்கிலீஷ்ல சொன்னால, ஆனா எனக்கு ஒண்ணுமே புரியலடா. என்ன சொன்னா? சொன்னது മകളെ, നിന്റെ ഫ്രണ്ട് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റൂല. കനാന്റെ അടുത്ത് മാത്രം വേണമെങ്കിൽ ഞാൻ പറയാം, അല്ലാതെ കൊച്ചിന്റെ ഫ്രണ്ട് വെച്ചാൽ പറയാൻ പറ്റുള്ളൂ പറഞ്ഞാൽ പറ്റൂലത്. എന്നെയാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് കേട്ടാ പറഞ്ഞേ? അതിങ്ങോട്ട് പറ. വേണ്ട മകളെ, വേണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കിപ്പോ ടെൻഷൻ ഇല്ലേ? ആ ടെൻഷൻ കൂടും. ചിലപ്പോൾ നിനക്ക് തലവേദന വരും. ചിലപ്പോൾ ഞാൻ തലകറക്കി വീഴാൻ ഒരു സാധ്യത ഉണ്ട്. അത്രയും കൂടി ഇനമാണ്. അപ്പൊ എന്നെ കൂടി എന്തോണോ പറഞ്ഞേ? ഇല്ല മകളെ, ഇല്ല. ഞാൻ എന്റെ കൊച്ചിനെ മൊത്തം ഞാൻ പറയില്ല 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 പറയില്ല. അത്രയും. ആന്റി കുറച്ച് ഘീ ഉണ്ടോ? നീ താനേ കേക്കറേ? കൊഞ്ചൂണ്ട് ഇരിക്ക്. ഞാൻ എല്ലായിടത്തും നോക്കിയായിരുന്നു, കണ്ടില്ല. എന്തോന്നു നെയ്യ? അല്ല, ഇവിടെ വന്ന് നിക്കുന്ന ആളെ. ഇയാള് നോക്കുമ്പോ കാണാനായിട്ട് ഞാൻ കുപ്പിന്ന് വന്ന ഭൂതൊന്നും അല്ല. എന്നോട് ജീനി. പിന്നെ ശിവ മാറുന്നേ പാറു ശിവ, രണ്ടുപേരും തമ്മിൽ ചുമ്മാ ആവശ്യമില്ലാതെ സംസാരമൊന്നും പാടില്ല. നീയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച അവസാനം എവള് നിന്നെ വല്ല ഇംഗ്ലീഷ് വിളിച്ചു പറയും. എന്റെ പാമ്പിടിച്ച കുഞ്ഞിനാണെങ്കിൽ അത് മനസ്സിലാകത്തില്ല. എവിടെ മോഹം വീർപ്പിച്ചോണ്ട് ഇങ്ങനെ ഒന്ന് വിഷമിച്ചിരിക്കും. എനിക്കാണെങ്കിൽ ഇതൊന്നും ഇവക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാനും പറ്റുന്നില്ലല്ലോ അളിയാ. എല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവസാനം കൊച്ചു താങ്ങൂലേ. ശിവ പ്ലീസ്, യു ഡോണ്ട് ടോക്ക് ടു ഹർ ഇൻ ഇംഗ്ലീഷ്. ഐ beg you. കേസു, നീയും ഇംഗ്ലീഷാ? എന്നെ ഏത് ഭാഷയിൽ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ആ, ചിലർക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ വഴക്ക് കേൾക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ എന്നെ വഴക്കാണോ പറഞ്ഞത്? അളി എന്തളിയാ ചുമ്മാ ആവശ്യമില്ലാതെ ഹിന്റ് ഒന്നും പറഞ്ഞു കൊടുക്കല്ലേ, പാവം കൊച്ചിന് സങ്കടവും. Paru, you should have at least basic knowledge in English to understand people scolding you. You do one thing. You go to school, study well, learn a few words in English and try to complete one full sentence. And then we'll have a proper talk. Till that, I don't have anything to tell you. ശിവ! No, she made me do it. She forcefully made me do it. என்னது இது? இங்கிலீஷ் நியூஸ் கேட்ட மாதிரி இருக்கு. കേശോട്ടാ, എന്തോ മദാമ പറഞ്ഞിട്ട് പോയത്? മകളെ, സ്കൂള് വെച്ചവരെ നിന്നെ ചീത്ത വിളിച്ചു നോക്കളെ. എന്റെ മോളത് കേൾക്കേണ്ടത്. ചുമ്മാ കയറി കിടക്കട്ടെ. മകളെ, എനിക്കത് നിന്റെ അടുത്ത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണമെന്നുണ്ട്. പക്ഷെ ഞാനത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കടത്തു. അതുകൊണ്ടാ അല്ലേ? ചേട്ടാ, ധൈര്യം ഉണ്ടെങ്കിൽ ആ മദാമ എടുത്ത് പോയി പറ മലയാളത്തിൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ. അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. I'll try my level best. എന്നാലും എന്തുവരെയും പറഞ്ഞത്? എന്താ മുമ്മ? അല്ല മോനെ, മഴ അങ്ങോട്ട് പെയ്തപ്പോഴത്തേനെ പുല്ലെല്ലാം കൂടെ അങ്ങ് വളർന്ന് നാശമായി. അതെല്ലാം ഒന്ന് വെട്ടിക്കണം. ഒരു തൂമ്പെടുത്ത് കനാൻ്റെ ഇടയിൽ കൂടെ ആൻറ്റി വെട്ടിത്തല്ല തരും. അതിനാ കനകാൻ്റെ ഇടയിൽ കൊടുക്കുന്നത്? നിനക്കെന്താ വെട്ടിയാലേ? അപ്പൊ ഞാൻ വെട്ട ഇറങ്ങിയാലും കനാൻ്റെ വന്ന് പിടിച്ചു മേടിച്ച് വെട്ടൂലേ? അല്ല, അത് ശരിയാ. ആ, ആര് പറഞ്ഞത്?
കണ്ടോ, പാവം കൊച്ച് സാധനവും മേടിച്ചോണ്ട് നടന്നു വരുന്നു. ഒരു ഓട്ടോ വിളിച്ച് വരാൻ പറഞ്ഞാൽ പോലും ആ കൊച്ചു കേൾക്കത്തില്ല. എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിലോ ഇഷ്ടം പോലെ പൈസ ചെലവാക്കുകയും ചെയ്യും. അപ്പൊ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെലവാണ്? അത് നീ ശരിക്കും മുതലാക്കുന്നുണ്ട്. പിന്നെ എന്റെ ചേച്ചിയല്ലേ, അത് വരുന്നത് എന്റെ മുത്താണ് അല്ലേ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എന്താ രണ്ടുപേരും കൂടെ എന്നെ കുറ്റം പറയായിരുന്നു? എങ്ങനെ ഇരിക്കുന്നു? ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. പിന്നെന്തോടാ ഞാൻ പറഞ്ഞോ? അല്ലെങ്കിൽ നീ കമ്പോളം മൂപ്പിക്കാനേ മിടുക്കനാ. ആ ഇപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. എൻ്റെ ലച്ചു, ഇവനും ശിവയും കൂടെ ആ കൊച്ചിനെ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കി. പാറൂനെയാ? പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ ജസ്റ്റ് 2-3 കളിയാക്കലുകള്. എത്തിയാ? എങ്ങനെ നടന്നു വന്നാ? പറന്ന്. പ്രതീക്ഷിച്ച ഉത്തരം തന്നെ. അളയൊന്ന് ആലോചിച്ച് നോക്കിയേ, ചേച്ചി പറന്നു വല്ലോണ് വന്നെങ്കിൽ വല്ല പരുന്തോ കാക്കയോ വല്ല ചേച്ചിയെ കൊത്തിയെടുത്തിട്ട് പോയി കാണും. പിന്നെ അളിയാ ശിവേടാ. ശിവ അവളിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പാറ ഇവിടുന്ന് പഞ്ഞിക്കൂടുന്ന് പേടിച്ചിട്ട് അവള് നേരെ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് അങ്ങ് പോയി. നിപ്പിലങ്ങ് പോയോ? പിന്നെ കൊച്ചു കള്ളി മായാജാലക്കാരി തന്നെ. കനകാന്റിയും പുറകെ പോയിട്ടുണ്ട്. കനകാന്റിയും പോയോ? അങ്ങനെയാണെ കനകാന്റിയും മായാജാലക്കാരി. കൂട്ടം അതെ, ഇവിടെ അതിന് മാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന് മാത്രം പ്രശ്നമൊന്നും ഇല്ല. ഈ വഴക്കിടുന്ന സമയത്ത് ശിവ ഇംഗ്ലീഷ് വായത്തോന്ന് എന്തൊക്കെയോ വിളിച്ച് പറയാറില്ലേ? അങ്ങനെ പാറുവായിട്ട് വഴക്കിട്ടപ്പം ശിവാനി എന്തൊക്കെയോ ഇംഗ്ലീഷ് വായത്തോന്നിയത് വിളിച്ച് പറഞ്ഞു. പാറൂസിനൊട്ടും മനസ്സിലായില്ല. മാത്രമല്ല ഈ കിഴങ്ങനുണ്ടല്ലോ എരുതിയിൽ എണ്ണ ഒഴിച്ചും കൊടുത്തിട്ടുണ്ട്. ഇവൻ പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ പാറുവിന് അങ്ങനെ ഇംഗ്ലീഷ് മനസ്സിലാവായിക്കൊന്നുമില്ല, അവക്കെല്ലാം മനസ്സിലാവും. എന്റെയാ കൊച്ചുമോള്. കൊച്ചുമോളല്ല, കൊച്ചുമോളൊക്കെ തന്നെ. പക്ഷെ ചില സമയത്തുള്ള അവളുടെ ഭാവം എന്തെന്നറിയൂ, അവളെന്തോ എന്റെ വലിയ എന്തോന്ന് ചേച്ചി ചിരിക്കുന്നേ? ഓ, എല്ലാ കാര്യവും അറിഞ്ഞാണ്, അതുകൊണ്ടല്ലേ ഒരാക്കിച്ചിരി. മനസാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങളാണ് ഈ കൊച്ചു പറയണേ. ഈ മനസാവാച കർമ്മണ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ അറിയാം? ഈടാ എന്തുവാടാ ചുമ്മാ പിള്ളേരെ ചൊറിയുന്നത്? നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, എന്നെ പോലത്തെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയാത്തതേ വലിയ തെറ്റൊന്നും അല്ല. ഓ, അത് ശരിയാണ്. നിന്നെ പോലത്തെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയാത്തത് വലിയ തെറ്റൊന്നും അല്ല. പക്ഷേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും വിട്ട് അവിടെ ഇംഗ്ലീഷും പഠിപ്പിച്ചിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ എന്ന് പറയണത് വലിയ തെറ്റാണ്. ഈ ഭാഷ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റത്തില്ല. ഇവിടെ ആരെങ്കിലും ഇംഗ്ലീഷ് പറയുന്നുണ്ടോ? ഇംഗ്ലീഷ് പറഞ്ഞാലേ എനിക്ക് പഠിക്കാൻ പറ്റൂ. ഇപ്പൊ ചൈനീസും ഫ്രഞ്ചും ആർക്കും അറിയത്തില്ലല്ലോ. ഞാൻ ആ ഭാഷയിൽ നിങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ഇല്ലല്ലോ. ഇവിടെ മലയാളം നേരെ പറഞ്ഞൂടാ, അവളാണ് ചൈനീസിലും ഫ്രഞ്ചിലും ചോദിക്കാൻ പോണം. ഉദാഹരണത്തിന് എനിക്കത് അറിയാന്ന് വെച്ചോ, ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവൂ? ഇല്ലല്ലോ. ഓ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ ആണോ പ്രശ്നം? ഒരു കാര്യം ചെയ്, നീ നമ്മളുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്ക്, നമ്മൾ തിരിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാം. പ്രശ്നം സോൾവ്ഡ്. എന്ത് പറയൂ, തുടങ്ങിയല്ലേ? നിനക്ക് ഇങ്ങോട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങോട്ട് സംസാരിക്കാം. By the way, Miss Sparrow, how are you? എന്റെ കൊച്ചിനെ അങ്ങനെ തളർത്തൊന്നും വേണ്ട. എന്റെ കൊച്ചുണ്ടല്ലോ നല്ല രീതിക്ക് ഇംഗ്ലീഷ് പഠിച്ചിട്ട് പച്ച വെള്ളം പറഞ്ഞ പോലെ എന്റെ മോള് പറയും. ഇല്ലേ മോളെ? ഇനി പറഞ്ഞു പരിസരത്ത് കാണൂലല്ലോ. ഈ പറയുന്ന ആൾക്ക് ഇംഗ്ലീഷ് കുറെ അറിയാം. Yeah, I know English very well. You are the only person who doesn't know English here. അയ്യോ, ഈ പറഞ്ഞത് പോലും മനസ്സിലാവാതെ പാറു നിൽക്കണം. അവളുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയാളിയോ. എനിത്തിങ് ടു സേ? മതി കേട്ടോ, കൊറേ ആയി കൊച്ചിനെ ഇട്ട് കളിയാക്കുന്നത്. എന്നാ പിന്നെ ഞാൻ നിർത്തി. ഞാനിപ്പോ തുടങ്ങിയല്ലേ ഉള്ളൂ. ഉറപ്പായിട്ടും എത്തിരിക്കും. ഞങ്ങൾ വരാതിരിക്കും ആന്റി. ഞാൻ എല്ലാവരോടും പറഞ്ഞേക്കാം ആന്റി. ശരി. ലച്ചുസേ, ലച്ചോ ഇന്ന് വന്നേ. എന്താ? നമ്മുടെ ബിന്ദു ആന്റിയുടെ മോള് അമ്മു ഇല്ലേ? അമ്മുവിന് കല്യാണമായി. കല്യാണമായാ? ഇപ്പൊ വിളിച്ചു വെച്ചേ ഉള്ളൂ. ഇൻവിറ്റേഷൻ ഇപ്പൊ അയച്ചുതരാന്ന് പറഞ്ഞു. മാത്രമല്ല അവര് നേരിട്ട് വന്ന് നമ്മളെ വിളിക്കുന്നുള്ളൂ.
അടുത്ത മാസം 15-ാം തീയതിയാണ് കല്യാണം. പിന്നെ റിസപ്ഷൻ ഇവിടെ കണ്ടുവച്ചാണ്. കല്യാണം ഗുരുവായൂരാ. അല്ല അപ്പൊ നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? കനത്തിൽ എന്തെങ്കിലും കൊടുക്കണം. പറഞ്ഞു വരുമ്പോഴേ അമ്മുവിന്റെ അനന്തരവളായിട്ട് വരും. നീ ചിറ്റപ്പരമാവനൊക്കെ ആയല്ലേ? അപ്പൊ നീ ആരാ? മിയാമി. അപ്പൊ ഗുരുവായൂരമ്പലം വരെ ഒന്ന് പോണ്ട വരും. അതെ, എന്തായാലും വിളിച്ച സ്ഥിതിക്ക് പോവാ. അല്ല നിന്നെ കല്യാണം വിളിച്ചില്ലല്ലോ. നിങ്ങളെ വിളിച്ചില്ലേ? നിങ്ങളെ വിളിച്ചാൽ നമ്മളെല്ലാരും വിളിച്ചതല്ലേ അല്ലേ? മാത്രമല്ല ഒരു പുണ്യ മഹത്തായ കർമ്മമല്ലേ കല്യാണം എന്ന് പറയുന്നത്. പോയി കൂടിയിട്ട് വരാം. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, വണ്ടി വിളിച്ച് അമ്മുമ്മയും കനകാന്റിയും പാറുവും കല്ലുവും നമ്മളെല്ലാരും കൂടെ അങ്ങ് പോവാം. ഓക്കെ ഓക്കെ, പോയേക്കാം. ഗുരുവായൂരാണല്ലോ സ്ഥലം. ഗുരുവായൂർ എന്ന് പറയുമ്പോ അമ്മൂമ്മ ആദ്യം ചാടി ഇറങ്ങും. എന്തിനെ പറ്റിയാ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്? അത് പിന്നെ by the way, Miss Paro, we were talking about Ammu Chechi's marriage at Guruvayur temple. She doesn't understand. Sidhu, should we take her with us? Sometimes she behave like very bad girl, but sometimes she behave like a good girl also. Because she is a bad girl. Eh? Paru, tell, are you a bad girl or are you a good girl? പാറു, പാറു, എന്തു വാടാളിയാ വെറുതെ പിള്ളേരായിട്ട് ചൊറിയുന്നു. അതിന് അവക്ക് ബാഡ് ഗേൾ എന്ന് പറഞ്ഞത് മാത്രം മനസ്സിലായിട്ടുള്ളൂ. ഗുഡ് ഗേൾ എന്ന് പറഞ്ഞതൊന്നും അവക്ക് മനസ്സിലായിട്ടില്ല. സമാധാനത്തിൽ കേട്ടാ എല്ലാം മനസ്സിലാവും, പക്ഷെ സമാധാനം ഇല്ലല്ലോ. എനിക്ക് ചിലതൊക്കെ മനസ്സിലായി. So Paru, are you coming with us? So Paru, are you? So Paru, are you? Okay, are you? പാറുസേ, പാറുസേ, ദാ ഇങ്ങ് വന്നേ, വാ. ലച്ചാച്ചി, Yes. marriage is held in heaven ആണല്ലോ അല്ലേ? Yes, yes, yes. ഈ ഹെവൻ എന്ന് പറയുമ്പോ എവിടെയായിട്ട് വരും? സ്വർഗം, ഗുരുവായൂരമ്പലം. ഹെവൻ. 4 പേര് കൂടെ നിൽക്കുമ്പോ പറയാൻ മാതൃഭാഷയുണ്ട്, അതങ്ങ് പറഞ്ഞാ മതി. എല്ലാരും കൂടെ എന്നെ വിളിച്ചെടുത്തിട്ട് കളിയാക്കുന്ന അളിയ. എന്റെ പൊന്നു പാറുസ, ഞാൻ ഈ കൂട്ടത്തിലില്ല. എന്റെ കുടുംബത്തിലെ ഒരു ബന്ധുവിന്റെ കല്യാണം എന്നെ വിളിച്ച് അത് എല്ലാരും കൂടെ പോകുന്ന കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാരും ഒന്ന് വിളിച്ചതാ. സത്യം. Paru, get inside please, get inside the room. അളിയ, അളിയന് ഇവരുടെ കൂടെ കൂടിയാ? Paru, room is equal to മുറി. Get inside എന്ന് പറഞ്ഞാൽ ആത്ത് വായി കാര്യം പാടി ആത്ത്. ആ ചവിട്ട് നിന്റെ നെഞ്ചത്തുള്ളതാ. പാവോടാ. ചുമ്മാ രസമല്ലേ, പോട്ടെ. അങ്ങനെയും പഠിക്കണേ പഠിക്കട്ടെ, അതുകൊണ്ടല്ലേ ഇങ്ങനെ പറയണേ. Mogun Chand, yeah man, yeah. How are you? Fine. Oh, what did you call me? Yeah, I was a little bit busy. Yeah. What you doing? Oh, I'm doing fine. Yeah. Eh? Yeah. Everyone is fine. No. Indian Oceans are Pacific Ocean and Mediterranean Sea. Everyone. Yeah. Oh, India is my country. Don't you know? Oh, Maharashtra. Yeah. I will coming. No, when you come, let's meet. Okay? Oh, are you talking about the books? Books, the 7 set of books, yeah? Yeah, photosynthesis. Don't you know it? Butterflies and lots of things. Yeah. Alas. Pity, I pity you. Disappointment. African elephants are the largest mammals on earth. Yeah, when you come here, we'll talk about that later. And the East India Company. Yeah, it was on, I think, estimate. എന്തോന്നാ ഇത്? എന്തിനാ ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കുന്നേ? അത് ചന്ദ്. എന്തോന്ന് ചന്ത? ചന്തല്ലെന്ന് മുകുന്ദ് ചന്ദ്, എന്റെ ഫ്രണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല? ഇല്ല. ഞാൻ ലച്ചേച്ചടുത്ത് പറഞ്ഞിട്ടില്ലേ? എന്ത് മുകുന്ദ് ചന്ദ്? അളിയാ, ഞാൻ അളിയന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് ഒരു തേങ്ങയും പറഞ്ഞിട്ടില്ല. എന്തോന്നാ മുകുന്ദ് ചന്ദ് എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട്. വീട് അവന്റെ മഹാരാഷ്ട്രയിലാണ്. അവന്റെ അച്ഛനാണെങ്കിൽ എന്തോ ഒരു ആവശ്യമായിട്ട് കേരളത്തിൽ വന്നിട്ട് ഇവിടെ ഉണ്ട്.
അപ്പൊ അവൻ അടുത്ത മാസം ഇങ്ങോട്ട് വരും കേരളത്തിലോട്ട്. ചേട്ടാ അയാള് ഹിന്ദിക്കാരനാണോ? അതെ. ഹിന്ദിക്കാരനാണെങ്കിൽ പിന്നെ ഹിന്ദി സംസാരിച്ചാ പോരെ, പിന്നെ എന്തിനാ ഇംഗ്ലീഷ് സംസാരിക്കുന്നേ? ആ പുള്ളി ഹിന്ദിക്കാരനാ. പക്ഷെ ഞാൻ മലയാളിയല്ലേ, എനിക്ക് അത്ര വൃത്തിക്ക് ഹിന്ദി അറിഞ്ഞൂടല്ലോ. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഇംഗ്ലീഷ് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അമ്മൂമ്മ അതുകൊണ്ടൊന്നും അല്ല, എന്നെ മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടിയാ ചേട്ടൻ ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നേ. ആണോടാ? അളിയ ഓളെ നിന്റെ ഇംഗ്ലീഷ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നല്ലേ, ഇത് ഞങ്ങളെ വിശ്വസിക്കാം. ശരിടാ. അളേ ചുമ്മാ അതിന്റെ ഇടയിൽ കൂടെ ഇട്ടു. പല കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മൂമ്മ ഞാൻ പുറത്തു പോയിരുന്നു പഠിക്കാം. ഓ Paro, just go outside and study. I don't care whether you study or not. You Padawan coconut thief. I know English very well. Stop making fun of me. I am done with you guys. നിങ്ങളൊക്കെ എന്താ വിചാരിച്ച എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെന്നാ? നിങ്ങളൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നാ? If you tease me again, I will pull out your tongue. ഇതാണ് നമുക്ക് വേണ്ടത്. പറു, ഐ ആം സോ പ്രൗഡ് ഓഫ് യു. ഞാൻ പറഞ്ഞില്ലേ, ഇവക്ക് ഇംഗ്ലീഷ് മനസ്സിലാവാത്തത് കൊണ്ടോ പറയാൻ അറിയാൻ പാടാത്തത് കൊണ്ടൊന്നും അല്ല, ഉള്ളിലുള്ള പേടി കാരണം പുറത്തേക്ക് വിടാത്തതാണ്. സഹി കേട്ടപ്പോ മണി പോലെ ഇംഗ്ലീഷ് പറഞ്ഞ കേട്ടോടാ. പിന്നെ അതുകൊണ്ടല്ലേ നമ്മൾ വറുത്തെടുത്ത്. I am proud of you, my girl. Thank you.